ഇറാൻ പരമോന്നത നേതാവായി ആയത്തുള്ള ഖമനയുടെ മകനെ തെരഞ്ഞെടുത്തു എന്ന അഭ്യൂഹങ്ങൾക്കിടെ ഭീഷണിയുമായി ഇസ്രായേൽ. ആര് തെരഞ്ഞെടുത്താലും വധിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ പ്രഖ്യാപനം. അതിനിടെ ഇന്ന് നിശ്ചയിച്ചിരുന്ന ആയത്തുള്ള ഖമനയുടെ പൊതുദർശന ചടങ്ങ് മാറ്റിവെച്ചു. ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനിയുടെ മകൻ മോജ്തബ ഹൊസൈനി ഖമനിയെ പിൻഗാമിയായി തെരഞ്ഞെടുത്തെന്നായിരുന്നു റിപ്പോർട്ടുകൾ. മോജ്തബയെ ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം. എന്നാൽ ആരായാലും എവിടെ ഒളിച്ചാലും വധിക്കുമെന്നാണ് ഇസ്രയേലിന്റെ ഭീഷണി. 57-കാരനായ മോജ്തബ ഖമനിയുടെ രണ്ടാമത്തെ മകനാണ്. ഖമനൈ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ മോജ്തബയുടെ ഭാര്യയ്ക്കും മകനും ജീവൻ നഷ്ടമായിരുന്നു. ഇതിനിടെ ഇന്ന് നിശ്ചയിച്ചിരുന്ന ആയത്തുള്ള അലി ഖമനിയുടെ പൊതുദർശനം മാറ്റിവെച്ചു. സെൻട്രൽ ടെഹ്റാനിലെ കോമ്പൗണ്ടിൽ 3 ദിവസത്തെ പൊതുദർശനമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഖമനൈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയതും പ്രസംഗം നടത്തിയതും ഇവിടെയാണ്. യുദ്ധ സാഹചര്യത്തിൽ ആളുകൾക്ക് എത്തിപ്പെടാനുള്ള പ്രതിസന്ധി കണക്കിലെടുത്താണ് പൊതുദർശനം മാറ്റാനുള്ള തീരുമാനം. വിശുദ്ധ നഗരമായ മഷ്ഹദിൽ ഖമനയുടെ സംസ്കാര ചടങ്ങ് നടത്താനാണ് തീരുമാനം. ഖമനയുടെ ജന്മനാടാണ് മഷ്ഹദ്. എന്നാൽ സംസ്കാര തീയതി തീരുമാനിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.